മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 55-ാമത്തെ ദശകത്തിൽ 3-4 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3-ാമത്തെ ശ്ലോകം. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭി ജലാ പരിമജ്ജയതി സ്മ ധനുശതകം തടിനീ ഛടിതി സ്ഫുടഘോഷവതീ. ഭഗവാൻ കടമ്പിൻ്റെ മുകളിൽ നിന്ന് കാളിന്തി നദിയുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി അങ്ങനെ ആ ഭഗവാൻ ചാടിയതായിട്ടുള്ള അവസരത്തിൽ നദിയുടെ കഥ പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ഭുവനത്രയ ഭാരഭൃത ഭൃതോ ഭവതോ ഭദം മുറിക്കുമ്പോൾ ഭൃത ഭവത എന്നാവും. ഭുവനത്രയ ഭാരഭൃത, ഭുവനത്രയം 3 ലോകങ്ങളും 3 ലോകങ്ങളുടെയും ഭാരം മുഴുവൻ വഹിക്കുന്നതായിട്ടുള്ള ഭുവനത്രയ ഭാരഭൃത, 3 ലോകങ്ങളുടെയും ഭാരം മുഴുവൻ വഹിക്കുന്നതായിട്ടുള്ള ഭവത അങ്ങയുടെ ഗുരുഭാര വികമ്പി വിജൃംഭി ജല, ഗുരുഭാരം അത്യധികമായിട്ടുള്ള ഭാരം, ഭഗവാന്റെ ഭാരം മുഴുവൻ അതിഭയങ്കരമായിട്ടുള്ള ഭാരം. അതുകൊണ്ട് വികമ്പി ഇളകി മറിയുന്നതായിട്ടുള്ള വിജൃംഭി ജല, ഇളകി മറിഞ്ഞ് പൊങ്ങി വരുന്നതായി, വിജൃംഭണം ചെയ്യാൻ വെച്ചാൽ വലുതായിട്ട് വരിക, അങ്ങനെയുള്ളതായിട്ടുള്ള ജലത്തോടു കൂടിയ പൊങ്ങി വന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ഭാരം അങ്ങോട്ട് ആ നദിയിലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ അങ്ങോട്ട് പൊങ്ങി എന്നാണ് പറയണത്. അങ്ങനെ ആ ഗുരുഭാരം കൊണ്ട് ഇളകി മറിഞ്ഞ് പരന്നതായിട്ടുള്ള ആ ജലത്തോടു കൂടിയതായ നദി തടിനീ, ആ നദി പരിമജ്ജയതി സ്മ ധനുശതകം, പരിമജ്ജയതി സ്മ മുക്കിക്കളഞ്ഞു, പരിമജ്ജയതി മുക്കിക്കളഞ്ഞു, 4 ഭാഗത്തേക്ക് ഒഴുകിയെന്നാണ്. 4 ഭാഗത്തുള്ളതായിട്ടുള്ള കുറേ പ്രദേശങ്ങൾ വെള്ളത്തിലായി എന്നാണ്. വെള്ളത്തിലൊക്കെ വലിയ ഇത് വീണിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം 4 ഭാഗത്തേക്കും പരക്കും. അങ്ങനെ പരന്നിട്ട് കുറേ ഭാഗം വെള്ളത്തിലായി എന്ന് പറയണം. പരിമജ്ജയതി സ്മ മുക്കിക്കളഞ്ഞു. ധനുശതകം, എത്ര ധനുശതകം 100 വിൽപ്പാട് ദൂരത്തേക്ക്. ധനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ധനുശതകം എന്ന് പറഞ്ഞാൽ, ധനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിൽപ്പാട് ദൂരം എന്നാണ്. അതായത് അപ്പോൾ ഒരു വിൽപ്പാടല്ല, അത് 100 വിൽപ്പാട് ദൂരം, അത്രത്തോളം 4 ഭാഗത്തേക്കും ഒഴുകി എന്നാണ്. ധനുശതകം തടിനീ ഛടിതി സ്ഫുടഘോഷ. വിൽപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പയച്ചാൽ എത്താവുന്ന അത്ര ദൂരം ആണ്. ഒരു വില്ലിൻ്റെ വലിപ്പമല്ല. വില്ലിൽ അമ്പയച്ചാൽ എത്ര ദൂരത്തേക്ക് പോകാൻ പറ്റും, അത്ര അങ്ങനെയുള്ളതായിട്ടുള്ള 100 ശതം, അതാണ് ധനുശതകം വിൽപ്പാട് എന്ന് പറയണത്. അങ്ങനെ വിൽപ്പാട് ദൂരം പ്രദേശം മുഴുവൻ വെള്ളത്തിലായി ആ ശക്തി കൊണ്ട് എന്നാണ് പറയണത്. തടിനീ ഛടിതി, പെട്ടെന്ന്, സ്ഫുടഘോഷവതി, അത്യധികമായിട്ടുള്ള സ്ഫുടമായ ഘോഷം, ശബ്ദത്തോടു കൂടി ആ ഭഗവാൻ അതിലേക്ക് അങ്ങോട്ട് ചാടിയപ്പോൾ കാളിന്തി നദിയിൽ നിന്ന് നല്ല ഒരു ശബ്ദം പുറപ്പെട്ടു. ആ ചാട്ടത്തിൻ്റെ ശക്തി കൊണ്ട് അതിശക്തമായിട്ടുള്ള ശബ്ദം ഉണ്ടായി. ആ വെള്ളം മുഴുവൻ ആ ഭാഗത്ത് ഭഗവാൻ വന്ന് ചാടിയതായിട്ടുള്ള ഭാഗത്തിന് ചുറ്റും വെള്ളം അങ്ങോട്ട് പൊങ്ങി. ആ പൊങ്ങിയതായിട്ടുള്ള വെള്ളം 4 ഭാഗത്തും കരകളെ കുറേ ഭാഗത്തേക്ക് മുക്കി എന്നാണ് പറയണത്. ഭുവനത്രയ ഭാരഭൃത, 3 ലോകങ്ങളെയും വഹിക്കാൻ ശക്തിയുള്ളതായിട്ടുള്ള ഭഗവാന്റെ ഭവത അങ്ങയുടെ ഗുരുഭാരം, അത്യധികമായ ആ ഭാരം കൊണ്ട് ഗുരുഭാര വികമ്പി, ഇളകി മറിഞ്ഞ് വിജൃംഭിച്ചതായ, അതായത് വിസ്താരത്തോടു കൂടിയതായിട്ടുള്ള ആ ജലത്തോടു കൂടിയ തടിനി നദി പരിവജ്ജയതി സ്മ മുക്കിക്കളഞ്ഞു. ധനുശതകം 100 വിൽപ്പാട് ദൂരം വരെ മുക്കിക്കളഞ്ഞു.
ഛടിതി പെട്ടെന്ന് തന്നെ സ്ഫുടഘോഷവതി അതിശക്തമായ ശബ്ദത്തോടുകൂടി ആ കാളിന്തി നദി വളരെയധികം ദൂരത്തെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു എന്നാണ്. അടുത്ത ശ്ലോകം. അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരി നിനാദഭരൈഃ ഉദകാദുദകാദുരഗാധിപതിസ്തുതുപാന്തമശാന്തരുഷാന്ധമനാഃ. ഇവിടെയൊക്കെ ആ ഭഗവാന്റെ കാളിന്തി നദി കാളിയൻ്റെ പുറത്തുള്ളതായിട്ടുള്ള നൃത്തം ആണ് വർണ്ണിക്കാൻ പോണത് ഈ ദശകത്തിൽ. അപ്പോൾ അവിടെ ആദ്യ നൃത്തത്തിന് അനുയോജ്യമായിട്ടുള്ള വളരെ താളത്തോടു കൂടിയിട്ടുള്ള ഒരു വൃത്തം ആണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. തോടക വൃത്തം എന്നാണ് പറയുക അതിന്. ആ താളക്രമത്തിലുള്ളതായിട്ടുള്ള വൃത്താണ്. ആ ചെല്ലുമ്പോൾ തന്നെ ഒരു താളം അതിനുണ്ടാവും. അങ്ങനെയുള്ളതായിട്ടുള്ള വൃത്താണ് അതിന്. ഈ എല്ലാ ഇതും അതെ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയത്തിലെ എല്ലാ ദശകങ്ങളിലും അതാത് അർത്ഥത്തിന് വേണ്ട യോജിച്ചതായിട്ടുള്ള വൃത്തങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ തോടകം എന്നുള്ളതായിട്ടുള്ള വൃത്താണ് ഈ ദശകത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അഥ അനന്തരം ദിക്ഷു വിദിക്ഷു ദിക്കുകളിലും വിധിക്കുകളിലും. ദിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ദിക്കുകൾ. വിധിക്കുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മധ്യത്തിലുള്ളതായിട്ട് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തുടങ്ങിയതായിട്ടുള്ള ദിക്കുകൾ. ദിക്ഷു വിദിക്ഷു ദിക്കുകളിലും വിധിക്കുകളിലും പരിക്ഷുഭിത ഭ്രമിതോദരവാരി നിനാദഭരൈഃ. പരിക്ഷുഭിതമായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒഴുകി എന്ന് പറഞ്ഞുല്ലോ വെള്ളം. അങ്ങനെ ആ പരിക്ഷുഭിതമായിട്ടുള്ള ക്ഷോഭിച്ചതായിട്ടുള്ള ഭ്രമിതോദരം, ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ കാളിന്തി നദിയുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ വെള്ളവും അങ്ങോട്ട് ഇളകി മറിഞ്ഞു എന്നാണ് പറയുന്നത്. കാളിന്തി നദി പുറത്തേക്ക് ഒഴുകി എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ കാളിന്തി നദിയുടെ ഉള്ളിലും വെള്ളം അങ്ങനെ ഇളകി മറിഞ്ഞും കൊണ്ടായി ഈ ഭഗവാൻ അവിടെ ചാടിക്കഴിഞ്ഞപ്പോൾ എന്നാണ്. ഇപ്പം ഭ്രമിതോദരം, ഭ്രമിതമായിട്ടുള്ള ഭ്രമണം ചെയ്യുന്നതായിട്ടുള്ള ഉദരത്തിലെ, അതായത് ഉള്ളിലുള്ളതായിട്ടുള്ള കാളിന്തി നദിയുടെ ഉള്ളിലുള്ളതായിട്ടുള്ള വാരി ആ വെള്ളത്തിൻ്റെ നിനാദഭരൈഃ, നിനാദം ശബ്ദം. അപ്പോൾ കാളിന്തി നദിയിൽ ഭഗവാൻ ചാടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഉള്ളിലേക്ക് പോയൂലോ. അങ്ങനെ ആ അവിടുത്തെ വെള്ളം മുഴുവൻ അങ്ങോട്ട് ഇളകിയ കാളിന്തി നദിയുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ജലം കൂടി അങ്ങോട്ട് ഇളകി മറിഞ്ഞു. അങ്ങനെ ഇളകി മറിഞ്ഞപ്പോൾ അവിടുന്ന് അതിശക്തമായിട്ടുള്ളൊരു ശബ്ദവും പുറപ്പെട്ടു എന്നാണ്. ആ ശബ്ദം കൊണ്ട് നിനാദഭരൈഃ, അങ്ങനെ അതിശക്തമായിട്ടുള്ള ശബ്ദം പുറപ്പെട്ടു. വെള്ളമൊക്കെ ഒന്ന് ഇളകി മറിഞ്ഞു. ഉള്ളിലുള്ളതായിട്ടുള്ള നദിയിലെ വെള്ളമൊക്കെ ഇളകി മറിഞ്ഞു. അതിശക്തമായിട്ടുള്ള ആ ശബ്ദവും ഉണ്ടായി. അപ്പം അതുകൊണ്ട് അത് കേട്ടിട്ട് ഉദകത്തിൽ നിന്ന്, ആ ജലത്തിൽ നിന്ന് ഉദഗാദ് പുറത്തേക്ക് വന്നു. 2 അർത്ഥമാണ് അവിടെ. ഉദകം വെള്ളം. ഉദകത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്. ഉദഗാദ് അവിടെ ക എന്നല്ല ഗ എന്നാണ് അക്ഷരം. ഉദഗാദ് പുറത്തേക്ക് വന്നു, മുകളിലേക്ക് വന്നു. ഉദഗാദ് ഉരഗാധിപതി, ഉരകങ്ങളുടെ അധിപതിയായിട്ടുള്ള ഉരകം പാമ്പ്. ഉരസ്സുകൊണ്ട് ഗമനം ചെയ്യുന്നത് പാമ്പ്. ആ പാമ്പുകൾ അധിപതിയായിട്ടുള്ള കാളിയൻ ഉരഗാധിപതി ത്വതുപാന്തം അങ്ങയുടെ സമീപത്തേക്ക് വന്നു എന്നാണ്. ഉപാന്തം സമീപത്തേക്ക്. അങ്ങയുടെ ത്വതുപാന്തം അങ്ങയുടെ സമീപത്തേക്ക് വന്നു. ത്വതുപാന്തം അശാന്ത രുഷാന്ധമനാഹ, അശാന്തമായിട്ടുള്ള ശമിക്കാത്തതായിട്ടുള്ള കോപം. ആ രുഷ കൊണ്ട്, കോപം കൊണ്ട് അന്ധമായിട്ടുള്ള മനസ്സോടുകൂടിയ ആരോടാണ് എതിരിടാൻ പുറപ്പെടുന്നത് എന്നൊന്നും നിശ്ചല്യ ഭഗവാനാണ് എന്നുള്ളതൊന്നും അറിയാതെ കൊണ്ട് അന്ധമായ മനസ്സോടുകൂടി ആ കാളിയൻ ജലത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വന്നു. ഈ ശബ്ദം കേട്ടു വെള്ളമൊക്കെ ഒന്ന് ഇളകി മറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ കാളിയൻ പുറത്തേക്ക് വന്നിട്ട് ആ ഭഗവാന്റെ അടുത്തെത്തി എന്നാണ്. ഉദകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഉരഗാധിപതി, ആ ഉരകങ്ങളുടെ അധിപതിയായിട്ടുള്ള കാളിയൻ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. എവിടേക്ക്? ത്വതുപാന്തം അങ്ങയുടെ സമീപത്തേക്ക്. അശാന്ത രുഷ അന്ധമനാഹ, അശാന്തമായ ശമിക്കാത്തതായിട്ടുള്ള രുഷ കോപം. ആ കോപം കൊണ്ട് അന്ധമായ മനസ്സോടുകൂടി ആ ഉരകാധിപതി കാളിയൻ അങ്ങയുടെ സമീപത്തേക്ക് എത്തി എന്നാണ്
ആ ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് അഥ അനന്തരം ദിക്ഷു വിദിക്ഷു, ദിക്കുകളിലും വിദിക്കുകളിലും, 4 ദിക്കുകളിലും ഇടയിലുള്ളതായിട്ടുള്ള ദിക്കുകളിലും ഒക്കെ പരിക്ഷുഭിത ഭ്രമിതോദരവാരി നിനാദഭരൈഹി, പരിക്ഷുഭിതമായിട്ടുള്ള ക്ഷോഭിച്ചതായി ഇളകി മറിയുന്നതായിട്ടുള്ള ഭ്രമിതമായ, ഇളകി മറിയുന്നതായ, ഭ്രമണം ചെയ്യുന്നതായിട്ടുള്ള, അത് ഇളകി മറിയുന്നതായിട്ടുള്ള ജലം, ഉദരവാരി, ഉദരത്തിലുള്ളതായ, ഉള്ളിലുള്ളതായിട്ടുള്ള ആ വാരി ജലം, ആ വാരിയുടെ ജലത്തിൻ്റെ നിനാദഭരൈഹി, നിനാദത്തിൻ്റെ ആധിക്യം കൊണ്ട്, ശബ്ദത്തിൻ്റെ ആധിക്യം കൊണ്ട് വല്ലാത്തതായിട്ട് ശബ്ദം ഉണ്ടായി ഭഗവാൻ വീണപ്പോൾ, അത് ചാടിയപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഈ അതിൻ്റെ ഉള്ളിൽ കിടന്നിരുന്നതായിട്ടുള്ള കാളിയൻ ഉദകാദുദഗാദ്, ഉദകത്തിൽ നിന്ന്, ജലത്തിൽ നിന്ന് ഉദഗാദ് പുറത്തേക്ക് വന്നു. ഉരഗാധിപതി, ഉരകങ്ങളുടെ അധിപതിയായ കാളിയൻ ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ത്വതുപാന്തം, എവിടേക്കാണ് വന്നത്? അങ്ങയുടെ സമീപത്തേക്ക്. ത്വതുപാന്തം, അങ്ങയുടെ സമീപത്തേക്ക് എത്തി. അശാന്തരുഷാന്ധമനാഹ, അശാന്തമായ രുഷ കൊണ്ട്, കോപം കൊണ്ട്, അന്ധമായ മനസ്സോടുകൂടി, അതായത് മനസ്സ് കൊണ്ടൊന്നും ചിന്തിക്കാൻ വയ്യാത്തതായിട്ടുള്ളൊരവസ്ഥ, അതാണ്. അങ്ങനെ അങ്ങയുടെ സമീപത്തേക്ക് വന്നു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. 2 ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. വളരെ ഭംഗിയായിട്ടുള്ള 2 ദശകങ്ങളാണ് ഈ 2 ദശകങ്ങളും. അഥവാരിണി എന്നുള്ളതും അടുത്തതും അതുമാതിരി അതിമനോഹരമായിട്ടുള്ളതാണ് കേശപാശധൃത എന്ന് രാസക്രീഡാവർണ്ണനായിട്ടുള്ളതായിട്ടുള്ള ശ്ലോകം, ദശകവും ഒക്കെ ശബ്ദഭംഗിയും അർത്ഥഭംഗിയും ഒക്കെ തികഞ്ഞിട്ടുള്ളതായിട്ടുള്ള ദശകങ്ങളാണ്. എല്ലാറ്റിനും ഉണ്ട് ഒരുപോലെ, പക്ഷേ ഇതൊക്കെ കുറച്ചും കൂടി വിശേഷമായിട്ടുള്ളതാണ്. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജലാ പരിമജ്ജയതി സ്മ ധനുശതകം തടിനീചടിതി സ്ഫുടഘോഷവതീ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഉലകത്രയമങ്ങു ധരിച്ച ഭവൽഘനമാർന്നിളകീ ജലവും നദിയിൽ 100 ധനുസ്സു കരയ്ക്കു കവിഞ്ഞതിഘോരരവത്തൊടുയർന്നു ജലം. അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരി നിനാദഭരൈ ഉദകാദുദകാദുരഗാധിപതിസ്തുതുപാന്തമശാന്തരുഷാന്ധമനാഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ദിശ സർവവുമാകെ വിറച്ചിടുമാ നദിതൻ നിനദത്തിരതിക്ഷുഭിതൻ പുഴതൻ നടുവിൽ എഴുന്നേറ്റുരകം തവ സന്നിധി വന്നിതു കോപമുടേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.